ഇന്ന് നമുക്കൊരു കിച്ചടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓണസദ്യയ്ക്കും കല്യാണ സദ്യയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന കിച്ചടിയാണേ. ഇനി നമുക്ക് ഈ വെള്ളരിക്കയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ചെറിയ ജീരകം, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മതിയേ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. വെള്ളരിക്കയൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ ആ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ അങ്ങ് ചെത്തിയെടുത്താൽ മതി. ഞാൻ എന്നിട്ട് ഇത് ചെത്തിയെടുത്തിട്ട് ഇത്രയും തന്നെ എടുക്കുന്നില്ല, ഇതിൻ്റെ കുറച്ചേ എടുക്കുന്നുള്ളൂ കിച്ചടി ഉണ്ടാക്കാനായിട്ട്. ഇതൊന്ന് മുറിച്ചിട്ട് അതിനകത്തൊരു കുരുവൊക്കെ ഉണ്ട്, ആ കുരുവൊക്കെ അങ്ങ് നമുക്ക് എടുത്ത് കളയാം. എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് എല്ലാം നമുക്കിതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയെടുത്ത് അതിന് ശേഷം നമുക്ക് ആ പച്ചമുളകിൻ്റെയും കൂടെ ഞെടുപ്പും കൂടെ അങ്ങ് എടുത്ത് കളയാം. എടുത്ത് കളഞ്ഞ് ഞാൻ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിക്കകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞിടാം. ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. അരിയുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഇത്തിരി കൂടെ വലുപ്പത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം, ഇച്ചിരിയും കൂടി ചെറുതാക്കി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാനിവിടെ ആവശ്യത്തിനുള്ളത് അരിഞ്ഞെടുത്തു. ഇനി ഞാൻ അതിനകത്തേക്ക് പച്ചമുളകും കൂടെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞിടുവാണ്. ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ് ഇത്, വലിയ പച്ചമുളകുമായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളേ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് പിന്നീട് തൈരൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം വെള്ളരിക്കയിൽ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ വയ്ക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു മൂടിയൊക്കെ വെച്ച് അടച്ച് അടുപ്പത്ത് വയ്ക്കാം, അത് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ തിരുമിയതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മഷി പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരണം. ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ തൈര് ഞാനൊരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കത്തില്ലേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. ഏകദേശം 1/4 വേഗമായിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ, ഈ കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനുമേ. പച്ചടിക്കാണെങ്കിൽ നന്നായിട്ട് വെന്ത് അങ്ങ് കുഴയണം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് നിർത്തി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചട്ടിക്ക് നല്ല ചൂടാണ്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് പിരിഞ്ഞു പോകും. തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഒരുപാട് വെള്ളം പോലെ ആകരുത്. നമ്മൾ ചോറിൻ്റെ സദ്യയൊക്കെ ഉണ്ണുമ്പം ഇലയുടെ സൈഡിൽ വിളമ്പുന്നതാണ്, അപ്പോൾ ഒത്തിരി വെള്ളമായിട്ട് ഇരിക്കരുത്. ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് പൊട്ടിക്കണം. ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോഴത്തേനും കടുകിട്ടു, വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചടിയിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് മൂടിയൊക്കെ തുറന്ന് ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കിച്ചടിയൊക്കെ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.